ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ക്യാരറ്റ് ഹൽവ. അതെ, ഋഷുവിന്റെ പാട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാനൽ പൂർണ്ണാവില്ല എന്നുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ആരുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊരു കോപ്പുമില്ല. ഇത്രയുള്ളൂ. അതോ പിന്നെ എന്തൊക്കെ സ്ലോ മോഷനിലുള്ള പാട്ടാണല്ലോ. പാട്ട് പാടാനറിയാതെ, പാട്ട് പാടാനറിയാതെ പൊട്ടനായിരുന്നു ഞാൻ, പാട്ട് പാടാനറിയാതെ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ലൈൻ കേട്ടോ. പിന്നെ വേറെ ഉണ്ട്, ഞാൻ പാടാം. അന്തം അതെന്താ സംഭവം മാറുന്നില്ല. ഞാൻ അത് തെലുങ്ക് പാട്ടാണ്, പക്ഷെ അറിയുന്നില്ല. അങ്ങനെ എനിക്ക് ലിറിക്സ് ഒന്നും അറിയില്ലേ. അപ്പൊ ഞാനതിപ്പോ എന്താ ഞാൻ അപ്പൊ അങ്ങനെ പാടട്ടെ എഴുതുമ്പോ അപ്പൊ പറയാണേ ചീത്ത പറയുന്ന കളിയാക്കണം. അതേപോലെ പൊട്ടനായിരുന്നു ഞാൻ പാടുമ്പോനെ. പപ്പ ഈ താത്തന്നെ പൊട്ടനായിരുന്നു എന്ന് പറയണോലെ ഞാൻ ഓനെ കളിയാക്കണം. അതേപോലെ തന്നെ ആ മറ്റേ പാട്ട് പാടുമ്പോ സ്കൂളിലൊക്കെ ആവുമ്പോ ഉണ്ടല്ലോ എനിക്ക് ഈ പുത്ത് കൊണ്ടുവന്ന് പേടിയായിരുന്നു. കാരണം ഈ വള്ളത്തിന്റെ ഒപ്പം കുതിക്കുമ്പോ അതിന്റെ ഇതാവൂലേ, പിന്നെ വാത്തിന് അപ്പൊ വള്ളം കുടിച്ചാൻ പറ്റൂലല്ലോ. പിന്നെ കൊറേ സമയം എടുക്കണം. ശരിയാട്ടോ. ഞാനൊക്കെ എന്റെ സ്കൂളില് ഇന്റർവെല്ലിന് ഞാൻ LKG ആയപ്പോ ഉമ്മ എന്താ ചെയ്യുന്ന കൊറേ പല പല കളറിൽ പുട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് മിസ്സുമാര് പറയുന്നു നല്ല പുട്ടൊക്കെ നല്ലതാണ് പഴം. ഞാനൊരു കളിക്ക് ജയിച്ചിരുന്നു. എന്റെ ഫുഡ് അത് ആദ്യം മെഡലെത്തി. ആദ്യം കിട്ടിയ മെഡലെന്ന് LKG-ലായപ്പോ ഫുഡ് ഫെസ്റ്റിന്റെ അന്ന് ഞാൻ ഇലയട ഉണ്ടാക്കി കൊടുത്തു, ചക്ക ഇലയട. അപ്പൊ അത് ഫുഡ് ഫെസ്റ്റിന്റെ അന്ന് ആ ഫുഡിനായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. അതാ ഓൻ പറയുന്നു, ഓൻ വിചാരം അത് ഓന്റെ കഴിവിനോണ്ട് കിട്ടിയതാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് മെഡൽ കിട്ടിയിട്ട്. ആദ്യം സ്പോർട്സ് നിങ്ങൾക്ക് അറിയാം. അത് അന്ന് കിട്ടിയ പൊലിമിൽ അതുകൊണ്ട് കളിച്ച് നടന്നത് കേടന്നോ കിട്ടിയ മെഡലിന്റെ കഥ സർട്ടിഫിക്കറ്റ് ഞാൻ സൂക്ഷിച്ചൊക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ പാനിൽ തന്നെ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയതിനു ശേഷം കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ടിട്ട് ഇതിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ നെയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 500 ഗ്രാം ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്താണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ നെയ്യിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. നല്ല പോലെ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പിന് 4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്, അതായത് 2 കപ്പ് പാൽ കേട്ടോ. അപ്പോൾ പാൽ ചേർത്തിട്ട് നമ്മൾ ഇനി ക്യാരറ്റ് നല്ല പോലെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ഈ പാലിലിട്ട് ഈ ക്യാരറ്റ് നല്ല പോലെ വേവിക്കുക. എന്നിട്ട് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ പാലും ക്യാരറ്റും ഒക്കെ ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ പാല് വറ്റി കിട്ടും. പിന്നെ നമ്മൾ പാലിലിട്ട് ക്യാരറ്റ് ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ക്യാരറ്റിൻ്റെ ആ പച്ചച്ചൊവയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പാലൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടെടുക്കണം. അപ്പോൾ 1 കപ്പ് ക്യാരറ്റിന് 1/4 കപ്പ് പഞ്ചസാര എന്ന രീതിയിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതായത് 4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് 1 കപ്പ് പഞ്ചസാര കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാര ഇപ്പോൾ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വറ്റിച്ചെടുത്താൽ മതി, എന്നാലാണ് ഇതിലെ വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ.
ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളം നമ്മൾ പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി കിട്ടും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവുന്നത് വരെയാണ് നമ്മൾ ഈ ഹൽവ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാനിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ പെട്ടെന്ന് തന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആദ്യം വഴറ്റിയെടുക്കുമല്ലോ, അപ്പോൾ തന്നെ കൂടുതൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ നെയ്യ് ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കേണ്ടത്. എന്നാലാണ് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാവുന്നത് വരെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്, കണ്ടില്ലേ, പൊട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ടെക്സ്ചറിൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടൈമാണ് കേട്ടോ. കാരണം ക്യാരറ്റിന് തീരെ വിലയില്ല. 1 കിലോ ക്യാരറ്റിന് 20 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചത് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ക്യാരറ്റ് ഹൽവ മാത്രമല്ല കേട്ടോ, ക്യാരറ്റും കൊണ്ട് ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് റെസിപ്പിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്താണ് വിഷയം, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ കുറെ പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷനിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചെയ്തവര് പിന്നെ വീണ്ടും ചെയ്യണ്ട കേട്ടോ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം.